KPCCയുടെ ലീഡേഴ്സ് സബ്മിറ്റ് വയനാട്ടിൽ നടക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് സന്ദീപ് വാര്യറാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം UDF നേടാനായി ഇത് തന്നെയാണോ നിയമസഭയിലും പ്രതീക്ഷിക്കുന്നത്? ഒന്ന്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ജനങ്ങളുടെ ഒരു പൊതുവികാരം ബോധ്യപ്പെടുന്നതാണ്, അതിൽ സംശയവുമില്ല. പക്ഷേ UDFും കോൺഗ്രസും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേവലം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുള്ള വിജയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, മറിച്ച് വളരെ അടുത്ത 3 മാസങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരായി ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉയർന്നു വരേണ്ടതുണ്ട്. ഒപ്പം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഒപ്പം പുതിയ യങ് ജനറേഷൻ ഉൾപ്പെടെയുള്ളവരുടെ ആസ്പിറേഷൻസിനെ അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു ബദൽ അത് UDFിനുണ്ട്, കോൺഗ്രസിനുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. അതിനൊക്കെ അടിത്തറ പാകുന്ന തരത്തിലുള്ള ചർച്ചകളായിരിക്കും ഇവിടെ നടക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു KPCCയുടെ ഒരു ഇത്തരത്തിലുള്ള ലീഡേഴ്സ് സമ്മിറ്റാണ്. അപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇത് നോക്കിക്കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ ഈ ഒരു മാസം അവസാനത്തോടു കൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റീനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇതിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ കൂടുതലായി? തീർച്ചയായിട്ടും. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു വിഷനാണല്ലോ പുതിയ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ്. അതിന്റെ ഭാഗമായിട്ട് ധാരാളം യുവാക്കൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള യങ് ലീഡർഷിപ്പ് ഉള്ളത് കോൺഗ്രസിലാണ്. അതോടൊപ്പം തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സും കോൺഗ്രസിനകത്തുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെയും യങ്ങർ ജനറേഷന്റെയും ഒരു കൃത്യം കോംബോ ആണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നല്ല കോംബോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ ആത്യന്തികമായിട്ട് കോൺഗ്രസ് പാർട്ടി തിരിച്ചു വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, UDF തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം അത് സാക്ഷാത്കരിക്കേണ്ട ബാധ്യത നമ്മുടെ ലീഡർഷിപ്പിനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടുതലായി ശബരിമല കോൺഗ്രസ് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജനങ്ങളും കൂടുതലായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് തന്നെ വീണ്ടും അഡ്രസ്സ് ചെയ്യുന്നുള്ളൊരു ശ്രമമായിരിക്കും. പ്രതിഷേധ പരിപാടികൾ മറ്റെന്തെങ്കിലും ആലോചനകൾ ഉണ്ടാകും? അല്ല, ശബരിമല ഒരു കേവലം രാഷ്ട്രീയ വിഷയമല്ല. ശബരിമല കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ വിശ്വാസം സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. വൈകാരികമായി വല്ലാതെ അവർ മുറിവേറ്റിരിക്കുകയാണ്. അയ്യപ്പ ഭക്തർ ശ്രീധർമ്മശാസ്താവിന് സമർപ്പിച്ച സ്വർണ്ണപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ മോഷണം പോയിരിക്കുകയാണ്. കേവലം ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്ന് മാത്രമല്ല 18ാം പടിയിൽ നിന്ന് വരെ മോഷണം സംഭവിച്ചിരിക്കുന്നു. അവിടെ സമർപ്പിക്കപ്പെട്ട പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം മോഷണം പോയിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയും അതിനൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന അതിന് പുറകിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പരാമർശിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള വിഷയമല്ല, വളരെ ഗൗരവതരമായിട്ടുള്ള വിശ്വാസ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ഹൃദയവികാരങ്ങൾക്ക് മുറിവേൽപ്പിച്ച സാഹചര്യത്തിൽ അവരുടെ വിഷയങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അത് പ്രതിപക്ഷമെന്ന നിലയ്ക്ക് ഉയർത്തേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കും UDFിനുമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ല, മറിച്ച് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിശ്വാസ പ്രശ്നം എന്ന രീതിയിലും ഈ സമൂഹത്തോട് സർക്കാർ കാണിച്ചിട്ടുള്ള ഒരു കൊടിയ വഞ്ചന, ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്ന പരിശ്രമങ്ങൾ, ഇതെല്ലാം സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഒരു നിയതി എന്നൊക്കെ പറയുമല്ലോ. ഇപ്പം ചർച്ചയിൽ നിന്ന് ഒരു പക്ഷേ ഇതെല്ലാം വഴിമാറിപ്പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെയാണ് സർക്കാർ ഒരു നിസ്സാരമായ ഒരു പാട്ടിനെതിരെ കേസെടുക്കുന്നത്. വീണ്ടും അത് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ് സർക്കാരാണ്. അപ്പോൾ അയ്യപ്പൻ്റെ ഒരു നിശ്ചയം ഉണ്ടായിരിക്കും, ഇതെല്ലാം അങ്ങനെ വിസ്മൃതിയിലാണ്ട് പോകരുത് എന്ന് ശബരിമല ശ്രീധർമ്മശാസ്താവ് കൂടി വിചാരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോകാമായിരുന്നു. കേരളത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ചർച്ച ചെയ്യപ്പെടുന്ന ആയുസ് എന്ന് പറഞ്ഞാൽ 1-2 ഒരു മാസത്തിലധികം ഒന്നും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ ഈ വിഷയം ഇങ്ങനെ ഉമിത്തി പോലെ നീറി കിടക്കുന്നതിന് പുറകിൽ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു അയ്യപ്പ വിശ്വാസിയാണ് ഞാൻ. ഒരു ചോദ്യം കൂടെ, ഈ പാലക്കാട്ടെ MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം കൂടുതലായി ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ കൂടുതലായി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലും അവരത് അഡ്രസ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം? അല്ല, കോൺഗ്രസ് പാർട്ടി അതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞല്ലോ. കോൺഗ്രസ് പാർട്ടി വളരെ മാതൃകാപരമായിട്ടുള്ളൊരു നടപടി അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചതുപോലെ ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ CPMന് ധൈര്യമുണ്ടോ, ഇടതുപക്ഷത്തിന് സാധിക്കുമോ എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളി കേസിൽ CPMന്റെ 2 നേതാക്കൾ ജയിലിലകത്ത് കിടക്കുകയാണ്.
അവരിപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മറുവശത്ത് കോൺഗ്രസ് പാർട്ടി ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുള്ള മാതൃകാപരമായ നിലപാട് കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ വിശിഷ്യ സ്ത്രീകൾക്കിടയിലൊക്കെ വളരെയധികം അഭിനന്ദിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് പൊതുസമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പോലും UDF ഐതിഹാസികമായിട്ടുള്ള വിജയം നേടാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ ലക്ഷ്യങ്ങൾ ഉള്ള ഒരു മീറ്റിംഗ് കൂടിയാണ്. ഇവിടെ നിലവിൽ ഇപ്പോൾ ഈ ഒരു മീറ്റിംഗ് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. നേതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വയനാട്ടിൽ നിന്നും ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം.